നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഉള്ളിൽ പ്രണയമുണ്ടായിട്ടും തുറന്നു പറയാതെ പ്രണയിക്കുന്ന പുരുഷന്മാരെ കുറിച്ചാണ്. തുറന്നു പറയാത്ത പ്രണയം എങ്ങനെ തിരിച്ചറിയാം? പല ആണുങ്ങളുമുണ്ട് പ്രണയം തുറന്നു പറയില്ല. ചില സാഹചര്യം എന്ന് പറയുന്നത് ആ പെൺകുട്ടിക്ക് കല്യാണം ആലോചിച്ചു തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ചതിന് ശേഷമായിരിക്കും ഈ വ്യക്തി ആരോടെങ്കിലും ആ പ്രണയം തുറന്നു പറയുന്നത്. ഇവർ ചിലപ്പോൾ നല്ല മനുഷ്യരായിരിക്കും, നല്ല സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ അവർക്ക് ഒരു കുഴപ്പമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയില്ല. അപ്പോൾ തുറന്നു പറയാത്ത പുരുഷന്റെ പ്രണയം എങ്ങനെ തിരിച്ചറിയാം എന്നതിനെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവൻ നിങ്ങളുടെ കണ്ണിൽ തന്നെ നോക്കിയായിരിക്കും സംസാരിക്കുന്നത്. എല്ലാ ആണുങ്ങളെയും പോലെ അല്ലെങ്കിൽ എല്ലാ ആൺകുട്ടികളെയും പോലെ ആയിരിക്കില്ല അവൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അവൻ നിങ്ങളുടെ കണ്ണിൽ മാത്രമായിരിക്കും നോക്കി സംസാരിക്കുന്നത്. എന്നാൽ പല ആണുങ്ങളും നിങ്ങളെ സ്കാൻ ചെയ്യുന്ന സ്വഭാവമുണ്ടായിരിക്കും. എന്നാൽ ഇത്തരം ആളുകൾ നിങ്ങളുടെ മുഖത്ത് നോക്കി, നിങ്ങളുടെ കണ്ണിൽ നോക്കി മാന്യമായിട്ടായിരിക്കും സംസാരിക്കുന്നത്. അവൻ്റെ പെരുമാറ്റത്തിൽ തന്നെ ആ മാന്യത നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം അവൻ വേറെ ഒരു നെഗറ്റീവ് ചിന്തയിലൂടെ അല്ല നിങ്ങളെ കാണുന്നത്. ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആൾ നിങ്ങളെ കണ്ണിൽ നോക്കിയായിരിക്കും സംസാരിക്കുന്നത്. മാത്രമല്ല, ഇത്തരം വ്യക്തികൾക്ക് എന്തെല്ലാം പ്രശ്നമാണെങ്കിലും, വിഷമങ്ങളും ജീവിതത്തിൽ സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ, നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്ന ആ സമയത്ത് ഇവരുടെ വിഷമങ്ങളും ഇവരുടെ സങ്കടങ്ങളും ഇവരെല്ലാം മറക്കുന്നത് കാണാം. ഇവരുടെ മുഖത്ത് ആ മുഖപ്രസാദം നമുക്ക് കാണാൻ കഴിയും. നിങ്ങളോടൊപ്പമുള്ള ആ ഒരു സാഹചര്യമായിരിക്കും അവർ കൂടുതൽ ആസ്വദിക്കുന്നത്. നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കാനായിരിക്കും അവൻ ഇഷ്ടപ്പെടുന്നത്. എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങളോടൊപ്പമുള്ള സമയമായിരിക്കും അവനെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ നുണ പറയുന്നതാവാം, തള്ളിക്കൊണ്ടിരിക്കുന്നതാവാം. പക്ഷേ നിങ്ങൾ എന്തു പറയുന്നു എന്നതാവില്ല അവൻ്റെ കാഴ്ചപ്പാട്. അവൻ നിങ്ങളോടൊപ്പം എത്ര സമയം ചിലവഴിക്കാൻ കഴിയുന്നു എന്നതാവും അവൻ്റെ കാഴ്ചപ്പാട്. നിങ്ങളോടൊപ്പം ലഭിക്കുന്ന സമയമായിരിക്കും അവൻ മൂല്യം നൽകുന്നത്. അവൻ്റെ ആഗ്രഹവും അതായിരിക്കും. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, അവളെ ഒരുപാട് സഹായിക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. അതിപ്പോൾ അവൾ ചോദിച്ചിട്ടാണെങ്കിലും ശരി, ചോദിച്ചില്ലെങ്കിലും ശരി. കണ്ടറിഞ്ഞ് സഹായിക്കുക എന്ന് പറയുന്നത് ഇത്തരം ആളുകളിൽ വളരെ കൂടുതലായിരിക്കും. സ്വന്തം ജീവിതത്തെക്കാൾ അവളുടെ ജീവിതത്തിന് അവൻ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് അവളുടെ പിന്നാലെ നടന്നുകൊണ്ട് അവൻ സഹായിച്ച് അവളെ വീർപ്പ് മുട്ടിക്കുന്നത്. ഇത്തരം ആളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അവനെ അവൾ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാനും എന്ത് ത്യാഗം ചെയ്യാനും ഇത്തരം ആണുങ്ങൾ തയ്യാറായിരിക്കും. പലപ്പോഴും ഇത്തരം സ്നേഹബന്ധത്തിനൊടുവിൽ അവൾ മറ്റൊരാളെ കല്യാണം കഴിച്ച് പോകുന്നതാണ് നമ്മൾ കാണാറ്. വളരെ അപൂർവമാണ് ഇത് മനസ്സിലാക്കുന്ന സ്ത്രീകൾ നമുക്കിടയിൽ ഉണ്ടാകുന്നത്. പൊതുവെ ഇത് തിരിച്ചറിയാൻ കഴിയില്ല. ഇത്രയും അവരുടെ പെരുമാറ്റങ്ങൾ നമ്മൾ വീക്ഷിച്ചാൽ മാത്രമാണ് ഇത്തരം ആണുങ്ങളുടെ പ്രണയം തിരിച്ചറിയാൻ പറ്റൂ. ഇത്തരം ആണുങ്ങൾ വളരെ നല്ല ആളുകളായിരിക്കും, പക്ഷേ തുറന്നു പറയില്ല. ഇത് തിരിച്ചറിയാൻ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നോക്കി മാത്രമേ നമുക്ക് കഴിയൂ. അവൻ്റെ ഉള്ളിൽ പ്രണയം ഉള്ളതുകൊണ്ട് തന്നെ അവൻ്റെ 2 കണ്ണുകളും ഇവളുടെ മുകളിൽ ആയിരിക്കും. അതായത് ഇവൾ എവിടെ പോയാലും ഇവളുടെ നിഴൽ പോലെ അവൻ ഉണ്ടായിരിക്കും. അവൾ അറിയാതെ തന്നെ അവൻ്റെ ഒരു സാന്നിധ്യം അവളുടെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അവൻ്റെ ഉള്ളിൽ എപ്പോഴും ഇവനെക്കുറിച്ച് ചിന്തിക്കണം, ഇവനെക്കുറിച്ച് ഓർക്കണം, അങ്ങനെ ഇവനെ ഇഷ്ടപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടാവും. പറയാതെ തന്നെ തിരിച്ചറിയണമെന്ന മനസ്ഥിതി അവൻ്റെ ഉള്ളിലുണ്ടാവും. ഇങ്ങനെ പിന്തുടരുന്നത് കൊണ്ട് ഗുണങ്ങൾ ഉണ്ട് കേട്ടോ. എന്തെന്ന് വെച്ചാൽ, നമ്മളെ സഹായിക്കാൻ ആരുമില്ലാത്ത സാഹചര്യത്തിൽ ഇത്തരം ആളുകൾ ഒരു മടിയുമില്ലാതെ നമ്മളെ സഹായിക്കാൻ ഏതു സമയവും ഓടിയെത്തും. ഇത് ഗുണകരമായ ഒരു കാര്യമാണ്. അവരായിരിക്കും എല്ലാത്തിനും നമ്മളുടെ ഒപ്പം നിൽക്കുന്നത്. ഇങ്ങനെ പ്രണയമുള്ള പുരുഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളെ ഈ പുരുഷൻ തനിച്ചാക്കുകയില്ല. രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഏത് കാര്യത്തിനും നിങ്ങളോടൊപ്പം അവർ ഉണ്ടാവും. ഏത് കാര്യത്തിനും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും.
പലപ്പോഴും ഇത്തരക്കാർ പ്രണയം തുറന്നു പറയാത്തതിൻ്റെ പ്രധാന കാരണം ഒന്ന് ഭയമായിരിക്കാം. അതായത് പെൺകുട്ടിക്ക് മറ്റേതെങ്കിലും പ്രണയമുണ്ടാകുമോ എന്നറിയില്ല. രണ്ടാമത് എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന റിസൾട്ടായിരിക്കും അവളുടെ ഭാഗത്തു നിന്ന് വരുന്നതെന്ന ഭയം. ചുരുക്കി പറഞ്ഞ എന്നെ ഇഷ്ടമല്ല എന്നത് കേൾക്കാനുള്ള ഒരു ഭയം, അതോടുകൂടി ഉണ്ടാകുന്ന വേദന, അത് സഹിക്കാനുള്ള ബുദ്ധിമുട്ട് ആയിരിക്കും പല ആണുങ്ങളും തുറന്നു പറയാത്തത്. ചുരുക്കി പറയുകയാണെങ്കിൽ അവൻ്റെ ഉള്ളിലുള്ള ഈ ആഗ്രഹം എങ്ങനെയെങ്കിലും തിരിച്ചറിയണം. അതായത് എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ട് എന്നത് അവൾ തന്നെ പറയണം, അല്ലെങ്കിൽ തിരിച്ചറിയണമെന്ന് ഉള്ളതാണ് അവൻ്റെ ആഗ്രഹം. ഒരിക്കലും ഞാൻ പറഞ്ഞിട്ട് അറിയരുത്, അവൾ തിരിച്ചറിഞ്ഞ് എന്നോട് പറയണം എന്നായിരിക്കും. എന്നാൽ പല ബന്ധത്തിലും പെൺകുട്ടികൾ ഇത് തിരിച്ചറിയാതെ പോകലാണ് പതിവ്. പലപ്പോഴും പെൺകുട്ടികൾ ഇത്തരം സാഹചര്യത്തിൽ നിന്ന് മുൻകൈ എടുക്കാതെ പ്രണയം പൂവണിയുകയില്ല. ഇത്തരം അന്തർമുഖരായിട്ടുള്ള സ്വഭാവമുള്ള പുരുഷന്മാർ ഒരിക്കലും തുറന്നു പറയുകയുമില്ല. നമ്മൾ മുൻകൈ എടുത്തെങ്കിൽ മാത്രമേ തുറന്നു പറയുകയുള്ളൂ. ഇത്തരം ആൾക്കാർ വളരെ മാന്യരായിട്ടുള്ള വ്യക്തികളായിരിക്കും. ഇവർ മോശക്കാർ ആയതുകൊണ്ടല്ല തുറന്നു പറയാത്തത്, ധൈര്യം ഇല്ലാത്തതുകൊണ്ടുമല്ല തുറന്നു പറയാത്തത്. പക്ഷേ പെണ്ണ് നെഗറ്റീവായി പറയുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം. ഇവരെ സ്വഭാവ രീതി പൊതുവെ എല്ലാ കാര്യങ്ങളിലും അവർ ഉൾവലിഞ്ഞു ജീവിക്കുന്നവർ ആയിരിക്കും. സമൂഹത്തിൽ ഇറങ്ങിച്ചെല്ലാൻ മടിയുള്ളവർ ആയിരിക്കും. അതായത് പബ്ലിക്കായ സ്ഥലങ്ങളിൽ ഇടപെടാൻ അവർക്ക് ചമ്മലുള്ളവരായിരിക്കും. കൂടുതൽ സുഹൃത്തുക്കൾ ഇവർക്കുണ്ടായിരിക്കില്ല. ഇങ്ങനെയുള്ളവരുടെ അടുത്തുള്ള പ്രണയം പൂവണിയണമെങ്കിൽ പെൺകുട്ടികൾ മുൻകൈ എടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്.